ഹായ്, അപ്പോൾ നമ്മുടെ ട്രൈസ് എല്ലാം റെഡിയാണ്. എല്ലാത്തിലും സീഡ്സ് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് സീഡ്സ് ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്രോക്കോളിയുടെ 2 വെറൈറ്റീസ് ഉണ്ട്, പിന്നെ കുക്കുംബർ, പിന്നെ പുതിയൊരു വെജിറ്റബിൾ ഞങ്ങൾ ഈ പ്രാവശ്യം ട്രൈ ചെയ്യുന്നതാണ് പാക് ചോയ്. നമ്മൾ സീഡ്സ് നടുന്നതിന് മുമ്പ് അതിന്റെ ബാക്ക് സൈഡിൽ ഓൾറെഡി മെൻഷൻഡ് ആണ് ഔട്ട്ഡോറിൽ എപ്പോൾ നടാം, എപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷൻ ഇതിന്റെ ബാക്ക് സൈഡിലെല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ബ്രോക്കോളി ഇടാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ രണ്ട് സീഡ്സ് എടുത്തിട്ട് ഓരോ ചെറിയ പോട്ടിലോട്ട് ഇടുവാണേ. ഓരോ ട്രേയിലും ഒരു ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കി അതിനകത്ത് നമ്മളൊരു സീഡ് ഇട്ടു. ദാറ്റ്സ് ഇറ്റ്. ഇത്രയുള്ള പരിപാടി. ഈ ഒരു ട്രേ മൊത്തം ബ്രോക്കോളി ഇടാനുള്ള പരിപാടിയാണ്. ഇത് വേറൊരു വെറൈറ്റി ബ്രോക്കോളിയാണ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ട്രൈ ചെയ്തതാണ്. ബ്രോക്കോളിയുടെ ബാച്ച് റെഡിയാണ്. ഇപ്പോൾ നമ്മളിത് അടച്ചു വെച്ചു. ഇനി ഇതിന്റെ അകത്ത് അത്യാവശ്യം വെള്ളവും മോയിസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രേയുടെ പ്രത്യേകത നല്ല ടൈറ്റ് സീൽഡ് ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് തന്നെ ആ ഈർപ്പം എപ്പോഴും തങ്ങി നിൽക്കും. അപ്പോൾ നല്ലപോലെ വിത്തെല്ലാം മുളച്ച് വരാൻ വേണ്ടി സഹായിക്കും. നമുക്കിത് പയ്യെ കാണാം. വിത്ത് മുളച്ച് വരുമ്പോൾ ഞാൻ ഇതിനകത്ത് എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. കുക്കുംബറിന്റെ സീഡ്സ് ആണ്. അടുത്തത് പാക് ചോയ് എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ വിത്താണ്. നമ്മുടെ ചീരയൊക്കെ പോലെ ഇരിക്കും. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നമ്മൾ പാക് ചോയ് പ്ലാന്റ് ചെയ്യുവാണ്. അപ്പൊ കുക്കുംബറിന്റെയും പാക് ചോയുടെയും ബാച്ച് റെഡി. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു വെജിറ്റബിൾ ആണ്, ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആണ് കെയിൽ. ഇത് കേളി കെയിലാണ്. ലൈറ്റ് ഗ്രീനിഷ് കളറാണ്. ഇത് ഡാർക്ക് ഗ്രീൻ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ട്രെയിൽ നടാൻ പോകുന്നത്. അടുത്ത് നമ്മൾ റാഡിഷ് നടുവാണ്. കഴിഞ്ഞ വർഷം ഇത് നമ്മൾ ഒരുപാട് ഉപയോഗിച്ചായിരുന്നു. നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഇടാൻ പോകുന്ന ക്യാരറ്റ്സ് ആണ്. ഇത് കഴിഞ്ഞ വർഷത്തെ ക്യാരറ്റ്, നമ്മുടെ നോർമൽ ക്യാരറ്റ്, വേറൊരു പർപ്പിൾ കളർ ക്യാരറ്റ്, അതിൻ്റെയും കൂടെ ഒരു ബാച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്യാരറ്റ്സ് ആണ് നമ്മൾ ഈ പ്രാവശ്യം ഇടാൻ പോകുന്നത്. ക്യാരറ്റ്സിന്റെ സീഡ്സ് നല്ല നൈസ് സീഡ്സ്, ജീരകമൊക്കെ പോലെ ഇരിക്കും. ചെറിയ വിത്ത് ആയതുകൊണ്ട് ഞാൻ ഒരു കോളത്തിൽ 4 സീഡ് വെച്ച് ഇടുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് പർപ്പിൾ ക്യാരറ്റ് ഇടുന്നത്. ഇനി ഇവിടെ ഇട്ടോ, ഇതേലിട്ടോ. അപ്പൊ നമുക്ക് ട്രൈസ് എല്ലാം ഗ്യാരേജിലോട്ട് എടുത്ത് മാറ്റാം. അപ്പൊ നമ്മൾ ഗ്യാരേജിൽ ഇത് കണ്ടോ, വിൻഡോയുടെ സൈഡിൽ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ട്രൈസ് എല്ലാം നല്ല ടൈറ്റ് ആക്കി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.